ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ജാനകി പറയാണ്, ദേ നോക്ക് കാർത്യാനി, നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്നതും ഞങ്ങളുടെ ആവശ്യമല്ല. എനിക്കെൻ്റെ മാല കിട്ടണം, അത്ര തന്നെ. ഒരുപക്ഷെ നീ അത് വിറ്റു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വിറ്റു, എപ്പോൾ വിറ്റു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അല്ലെങ്കിൽ നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. കാർത്യാനി അതൊക്കെ കേട്ട് കരയല്ലാതെ വേറെ വഴിയില്ല കാർത്യാനിക്ക്. ഒക്കെ സിദ്ധു കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയും. കാർത്യാനി വീണ്ടും പറയാണ്, സത്യമായിട്ടും ഞാൻ ആ മാല എടുത്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചെങ്കിലല്ലേ അത് എവിടെയാ വിറ്റതെന്ന് പറയാൻ പറ്റൂ. നിരപരാധിയായ എന്നെ വിട്ടിട്ട് നിങ്ങൾ ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിക്കുക. അപ്പോൾ വാസു, ഏയ് കള്ളൻ കള്ളൻ എന്ന് നീ ആരെയോ കുറ്റം പറയുന്നു. ആ മാല മോഷ്ടിച്ചത് നീ തന്നെയാണ്. ഭാരതിയും ജാനകിയും മേഘയും ഒക്കെ അവരെ തന്നെ നോക്കുകയാണ് കാർത്യാനിയെ. അപ്പോൾ സിദ്ധു പറയാണ്, ദേ നോക്ക്, നിങ്ങൾ ആ മാല എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് തിരിച്ചു കൊടുത്തേക്ക്. ചേച്ചി ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ സിദ്ധുവിനോട് കാർത്യാനി ചേച്ചി പറയാണ്, സാറെങ്കിലും എന്നെ വിശ്വസിക്ക് സാറേ. അയ്യോ സാറേ, എന്നെ കുറ്റപ്പെടുത്തല്ല സാറേ, ഞാൻ ആ മാല എടുത്തിട്ടില്ല സാർ. കാർത്യാനി സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയാണ്. അപ്പോഴേക്കും ചന്ദ്രിക ജ്യോതിയെയും കൂട്ടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ജ്യോതി പറയാണ് ചന്ദ്രികയോട്, ഏയ് ചന്ദ്രികയെ, നീ എന്തായി ചെയ്യുന്നേ? ഏയ് ഇറങ്ങടി ഇങ്ങോട്ട്, എന്നെ എന്തിനാ നീ ഇവിടെ കൊണ്ടുവരുന്നത്? ജാനകി അമ്മായിയുടെ മാല ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന കാർത്യാനി ചേച്ചി അല്ല എടുത്തത്. ആ മാല നിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നീ വന്ന് ഇപ്പോൾ പറയണം. ആ ഇറങ്ങ്. ഏയ് എന്നെപ്പറ്റി കൂടുതലൊന്നും അറിയാതെയാണ് നീ സംസാരിക്കുന്നത്. നീ ഉറപ്പായും വിഷമിക്കാൻ പോവാ. നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. നീ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ. എന്നിട്ട് അവൾ ഇറങ്ങി വരാത്തത് കണ്ടപ്പോൾ ചന്ദ്രിക വണ്ടിയിൽ നിന്നും വലിച്ചു വെച്ച് ഇറക്കുകയാണ്. ഈ കയ്യിന്ന് വിടാൻ. ഓടി അവിടുന്ന്. എടി ഇങ്ങോട്ട് ഇറങ്ങി വാടി. ചന്ദ്രികയെ കൈവിടാൻ. ബഹളം വെക്കാതെ നീ എൻ്റെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത്. ചന്ദ്രിക വലിച്ചിഴച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ ജ്യോതി പറയാണ്, ചന്ദ്രികയെ, നീ ഞാൻ മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്. ഇങ്ങോട്ട് വാടി. ഏയ് എൻ്റെ കൈവിട്. ചന്ദ്രിക ജ്യോതിയെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ട് ജാനകിയും വാസുവും സിദ്ധുവും മേഘയും ഒക്കെ നോക്കുകയാണ്. മര്യാദയ്ക്ക് സത്യം പറയടി എന്ന് പറഞ്ഞ് അവളെ വലിച്ചിഴച്ച് അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് തള്ളുകയായിരുന്നു. വാസു അത് കണ്ടൊന്ന് പരിങ്ങി. മുത്തശ്ശി പറയാണ്, എന്താ മേഘ, ചന്ദ്രിക എന്നൊരു ആൾക്കൂട്ടം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നിക്ക് മുത്തശ്ശി, എന്താ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ജാനകി പറയാണ്, ഏയ് ചന്ദ്രികയെ, എന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് തള്ളിയിടുന്നത് അവരെ? ചന്ദ്രിക അപ്പോൾ പറയാണ്, കാരണം ഉണ്ടായിട്ട് തന്നെയാണ് വന്നത്. അമ്മായി കാണാതായി എന്ന് പറഞ്ഞില്ലേ, താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള ഒരു ചെയിൻ. ആ മാല വേറെ എവിടെയുമല്ല, അത് ഇവളുടെ കയ്യിലുണ്ട്. അത് കേട്ട് എല്ലാവരും നോക്കുകയാണ്. അപ്പം ജാനകി പറയാണ്, എൻ്റെ ചെയിൻ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വരുന്നത്? ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയാമോ? ഇവർ മറ്റാരുമല്ല, വാസു സാറിന് ഒരുപാട് അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് അമ്മായിയുടെ മാല ഇവരുടെ കയ്യിൽ വന്നത്. അത് കേട്ട് ജാനകി, എന്താ ചന്ദ്രിക നീ പറയുന്നേ? അപ്പം ചന്ദ്രിക പറയാണ്, പറയാൻ എനിക്ക് വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ വേറെ വഴിയില്ല. അമ്മായിയോട് പറയാൻ ഞാൻ നിർബന്ധിതയായിരിക്കുക. ജാനകി ചന്ദ്രികയോട് പറയാണ്, എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ എന്ന് തെളിച്ച് പറയും. ഈ ജ്യോതി വാസു സാറുമായി നല്ല അടുപ്പത്തിലല്ല അമ്മായി. അത് കേട്ട് എല്ലാവരും വാ പൊളിച്ചു പോയി. അതായത് മേഘയും ആരതിയും മറ്റെല്ലാവരും. അമ്മായിയുടെ മാല ഈ വാസു സാർ എടുത്ത് അമ്മായി അറിയാതെ ഈ ജ്യോതിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇല്ല, അവൾ കള്ളം പറയാണ്. വാസു പറയാണ്, ഇതെന്താ മേഘ ഈ കഥ? മുത്തശ്ശി അത് കേട്ട് മേഘയോട് ചോദിക്കുകയാണ്. മേഘ അപ്പോൾ പറയാണ്, അറിയില്ല മുത്തശ്ശി, എന്തോ ഒരു കാര്യമുണ്ട്. അത് കേട്ട് വാസു പറയാണ്, ചന്ദ്രികയെ, നീ മനസ്സിൽ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വാസു പറയാണ്, ജ്യോതി എൻ്റെ നല്ല ഫ്രണ്ടാണ്, അത്ര തന്നെ. ജ്യോതി ജാനകിയോട് പറയാണ്, അപ്പോൾ വാസു എന്ന് വെച്ച് നീ ഇവരുമായിട്ട് എന്നെ എന്തിനാ ചേർത്ത് സംസാരിക്കുന്നത്? ഞാനെന്തിനാ ആവശ്യമില്ലാതെ ജാനകിയുടെ മാലയെടുത്ത് ഇവൾക്ക് കൊടുക്കുന്നത്? പറ. നീ തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ളവർ വിശ്വസിക്കുമെന്ന് കരുതിയോ? ഭാരതിയും സിദ്ധുവും അത് കേട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ്. വാസു ചോദിക്കുകയാണ്, അല്ല, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുക, നീ എന്താ ഇപ്പോൾ കാർത്യാനിക്ക് ഇത്ര കണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ജാനകിയുടെ മാല വിറ്റ് ആ പണം നിങ്ങൾ രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കായിരുന്നു അല്ലേ? അപ്പം ചന്ദ്രിക കൈ ചൂണ്ടിയിട്ട് പറയാണ്, ദേ നോക്ക്, നിങ്ങൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ മേൽ പഴിചാരാൻ വേണ്ടി കള്ളം പറയാൻ നോക്കരുത്. ജാനകി അമ്മായിയുടെ മാല ജ്യോതി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടതാ. അത് നിങ്ങൾക്കില്ലാന്ന് പറയാനാവില്ലല്ലോ. ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതൊക്കെ പുതിയ കഥയാണല്ലോ. ലോകത്ത് താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള മാല ഒരേ ഒരെണ്ണം മാത്രമാണോ ഉള്ളത്? ജാനകിയുടെ മാല പോലെ ജ്യോതിക്കും വന്നുണ്ടായിരിക്കാം.
ജ്യോതിയും പറയാണ് ജാനകിയുടെ മാലയാണ് ജ്യോതിയുടെ കഴുത്തിൽ ഉള്ളത് എന്ന് നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാനൊക്കും? ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ കാർത്യാനി തന്നെയാണ് ആ മാല മോഷ്ടിച്ചതെന്ന്. അത് കൊണ്ടുവന്ന് അവൾ നിന്റെ കയ്യിൽ തന്നു. അത് നീ വിറ്റ് ആ പണം രണ്ടുപേരും പങ്കിട്ടെടുത്തിരിക്കുന്നു. ഇപ്പോൾ കാർത്യാനിയെ പിടികൂടിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ ആ മാല ഇവളുടെ കയ്യിൽ കൊടുത്തതായി കെട്ടുകഥ ഉണ്ടാക്കുന്നു. ജ്യോതിയും പറയാണ്, ജാനകി നിനക്കിപ്പോൾ മനസ്സിലായോ? ആ മാല മോഷ്ടിച്ചത് കാർത്യാനിയാണ്, അത് കൊണ്ടുപോയി വിറ്റത് ചന്ദ്രികയാണ്. ഇവർ രണ്ടുപേരുടെ പേരിലും നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. ചന്ദ്രിക അപ്പം തന്നെ പറയാണ്, അതെയോ, ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കാം. പോലീസ് വന്ന് അന്വേഷിച്ചാൽ മാല ആരാണ് എടുത്തതെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. അത് കേട്ട് വാസുവും ജ്യോതിയും ഒന്ന് ഞെട്ടി. അതുമാത്രമല്ല, നിങ്ങളും ജ്യോതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നാട് മുഴുവനും അറിയുകയും ചെയ്യും. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അതായത് സിദ്ധുവും വാസുവും ജാനകിയും അതേപോലെ മുത്തശ്ശിയും മേഘയും ആരുതിയും ഒക്കെ പരസ്പരം നോക്കുകയാണ്. വാസു പറയാണ്, നോക്കു സിദ്ധാർത്ഥ്, ചന്ദ്രിക എന്നെക്കുറിച്ച് അപവാദം പറയുന്നു. നീയാണെങ്കിൽ ഒന്നും പറയാതെ കാഴ്ചക്കാരനായി നിൽക്കുന്നു. അപ്പം സിദ്ധു പറയാണ്, ചന്ദ്രികയെ നീ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്? നീ ആവശ്യമില്ലാതെ അച്ഛനെ എന്തിനാ ഇങ്ങനെ അപവാദം പറയുന്നേ? അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ടറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ചന്ദ്രികയെ. ചന്ദ്രിക പറയാണ്, സാറിൻ്റെ അച്ഛനും ജ്യോതിയും തമ്മിലുള്ള ബന്ധം ഈ വീട്ടിൽ ജോലിക്ക് വരുന്നതിന് മുമ്പേ എനിക്കറിയാം. വാസു അപ്പോൾ, ചന്ദ്രികയെ സാറിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ ഈ വിവരം പറയാതിരുന്നത്. വാസു, അതെ, ഇവൾ വലിയ പുണ്യാളത്തി, കണ്ടില്ലേ? ഇത്രയും നാൾ മറച്ചു വെച്ചത് ഇപ്പോൾ വന്ന് പറയുന്നു പോലും. ഇത് കേട്ടാൽ തന്നെ അറിയില്ലേ ഇവൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന്? ജ്യോതിയും തലകുലുക്കി ആട്ടുകയാണ്. അപ്പോൾ വാസു, ഞാനും ജ്യോതിയും ഇവൾ പറയുന്നത് പോലെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ വന്ന് നീ പറയണമായിരുന്നു. അതെന്താ കാർത്യാനി പിടിക്കപ്പെട്ടപ്പോൾ വന്ന് പറയുന്നത്? ചന്ദ്രിക പറയാണ്, ദേ നോക്ക്, മര്യാദയ്ക്ക് ആ മാല വാങ്ങി ജാനകി അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പം ജാനകി ഇടയിൽ കയറിട്ട് പറയാണ്, നിർത്തടി, ആരുടെ വീട്ടിൽ വന്ന് ആരുടെ നേരെയാ കള്ളക്കുറ്റം ആരോപിക്കുന്നത്? നിനക്കെൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്തറിയാമടി? നിനക്ക് മുമ്പേ തന്നെ ഈ ജ്യോതിയെയും ഇവരുടെ ചേട്ടനെയും കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ജ്യോതിയുടെ ചേട്ടൻ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഇവർ അടുത്ത് ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. ജ്യോതി തലകുലുക്കി ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, എന്ന് വെച്ച് എൻ്റെ ഭർത്താവും ജ്യോതിയും തമ്മിൽ തെറ്റായ രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് നീ പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവർക്കിടയിൽ ഒന്നും തന്നെയില്ല. ഇവർ വെറും ഫ്രണ്ട്സാണെടി. ഇത്രയും നേരം കാർത്യാനിയാണ് ഈ സ്വർണം എടുത്തത് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് കാർത്യാനിയുടെ പിന്നിൽ നീയാണെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂട്ടുകക്ഷികളാണ്. ജ്യോതിയും വാസുവും ഇതേ സമയം പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, നിങ്ങളല്ലേ മാല മോഷ്ടിച്ചു കളഞ്ഞ് വിറ്റ് കളഞ്ഞത്? അപ്പോൾ സിദ്ധു പറയാണ്, ചന്ദ്രികെ, അമ്മയുടെ മാലയാണ് ജ്യോതിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നീ പറഞ്ഞില്ലേ? അതിന് എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? ആദ്യം തെളിവില്ലാതെ നീ ആരെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, പറഞ്ഞേക്കാം. എനിക്ക് തോന്നുന്നത് അത് കാർത്യാനി തന്നെയാണ് എടുത്തതെന്നാ. ആവശ്യമില്ലാതെ നീ കാർത്യാനി രക്ഷിക്കാൻ വേണ്ടി നീ കുറ്റം സ്വയം ഏൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സിദ്ധു പറയാണ്, ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ നീ ഇടപെടരുത് ചന്ദ്രികെ, അതാ നിനക്ക് നല്ലത്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യം, ഇത് ഞങ്ങൾ തന്നെ സംസാരിച്ച് തീർത്തോളാം. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. കാർത്യാനിക്കെതിരെ പോലീസിൽ ആദ്യം ഒരു കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. പോലീസ് വന്ന് ചോദ്യം ചെയ്യുമല്ലോ, എന്നിട്ട് അവർ തന്നെ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അത്രയും പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സിദ്ധു പോയി കഴിഞ്ഞപ്പോൾ ജ്യോതി പറയാണ്, ജാനകി ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി എന്നോട് എങ്ങനെയാണോ ഇടപഴകുന്നത് അതേപോലെ തന്നെയാണ് വാസു സാറ് ചേട്ടനെ കാണാനും വരുന്നത്. അങ്ങനെയല്ലാതെ ഞങ്ങൾക്കിടയിൽ തെറ്റായ ഒരു ബന്ധവും ഇല്ല. ചന്ദ്രിക പറയുന്നത് മുഴുവൻ പച്ചക്കള്ളാണ്. കാർത്യാനിയെ ഈ കള്ളത്തരത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറ്റം എൻ്റെ മേൽ ചാർത്തുന്നത്. അത് കേട്ട് ജ്യോതി പറയാണ്, എനിക്ക് നിന്നെ അറിയാൻ ജ്യോതി, എനിക്ക് നിന്നെ വളരെ വിശ്വാസമാണ്. നിന്നെയും എൻ്റെ ഭർത്താവിനെയും ചന്ദ്രിക ചേർത്ത് വെച്ച് സംസാരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ മോശമാക്കി. അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക. അപ്പോൾ ജ്യോതി പറയാണ്. ജാനകി വീണ്ടും കാർത്യാനിയോട് പറയാണ്,
ദേ നോക്ക് കാർത്തിയാനി, നിനക്ക് ഞാൻ 2 ദിവസം സമയം തരുന്നു. ആ മാല തിരികെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നേക്ക്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. പിന്നെ നിനക്ക് ജീവിതത്തിൽ വെളിച്ചം കാണാൻ പറ്റില്ല, ഓർത്തോ. ചന്ദ്രിക പിന്നെ ദേഷ്യത്തോടെ പറയാണ്, അമ്മായിയുടെ മാല മോഷ്ടിച്ചയാൾ ഇവിടെ തന്നെയുണ്ട്, അത് വാങ്ങിവെച്ചാളും ഇവിടെയുണ്ട്. ഇവരെ രണ്ടുപേരെയും വെറുതെ വിട്ടിട്ട് നിരപരാധിയായ കാർത്തിയാനി ചേച്ചിയെ എന്തിനാ നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തുന്നു? നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. ഏയ് ചന്ദ്രികേ, എന്താ നിന്റെ നാക്കിനിത്ര നീളം? വാസു ചോദിക്കുക. ഞാൻ നിന്റെ അച്ഛനെ അപമാനിച്ചതുകൊണ്ട് ഇപ്പം നീ എന്നെ അപമാനിക്കാൻ വന്നതാണോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. ദേ നോക്ക്, മാല മോഷ്ടിച്ച് ജ്യോതിക്ക് കൊടുത്തത് നിങ്ങളാണ്. ഏയ്, ആ കുറ്റം കാർത്തിയാനിയുടെ മേൽ ചുമത്തി നിങ്ങൾ രക്ഷപ്പെടാമെന്ന് മാത്രം വിചാരിക്കണ്ട. ഈ നടക്കുന്നതെല്ലാം മുകളിലൊരാൾ കണ്ടുകൊണ്ടിരിക്കുക. മനോഹര, എന്താ ഈ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുന്നത്? ഇവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക്. വാസു അത് പറയുന്നതിന് മുമ്പ് തന്നെ മനോഹരൻ വന്ന് ചന്ദ്രികയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ടു. ചന്ദ്രിക പറയാണ്, ഏയ് വിട് വിട്. അപ്പോൾ കാർത്തിയാനിയും പറയുന്നുണ്ട്, വേണ്ട സാറേ വേണ്ട. ജ്യോതി സന്തോഷത്തോടെ ചിരിക്കുകയാണ്, അത് വേണം എന്ന രീതിയിൽ. ചന്ദ്രിക പകുതിക്കെത്തിയപ്പോൾ തന്നെ വിളിച്ചു പറയാണ്, ജാനകി അമ്മായി, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്ക്. ദയവ് ചെയ്ത് അയാളെ വിശ്വസിക്കരുത്. കൂടെ നിന്ന് കുഴി തോണ്ടുന്നയാളെ അയാൾ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വാസു സാറിനെ വിശ്വസിക്കരുത്. മനോഹരൻ പറയാണ്, എല്ലാം ഞങ്ങൾക്കറിയാം, വാ ഇങ്ങോട്ട്. കാർത്തിയാനി പിറകെ ഓടി വരികയാണ്. ഏയ് ചന്ദ്രികയെ, ചന്ദ്രികയെ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് ചന്ദ്രികയെ. നീ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാ, എന്നിട്ട് നിന്നെ ഇങ്ങനെ അപമാനിച്ചല്ലേ ചന്ദ്രികയെ. അതേസമയം വാസു ജ്യോതിക്ക് സിഗ്നൽ കൊടുക്കുകയാണ്, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മേഘ പറയാണ്, മുത്തശ്ശി, ഇന്നാണ് മുത്തശ്ശിയുടെ അനിയൻ കൃത്യമായിട്ടൊരു കാര്യം ചെയ്തത്. കാർത്തിയാനി ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നീ പറയുന്നത് ഇവിടെ ആരും കേൾക്കില്ല. നീ വീട്ടിലേക്ക് പോയിക്കോ. പോക്കോ ചന്ദ്രികയെ. അങ്ങനെ ചന്ദ്രിക പോയി അവിടെ നിന്നു. അപ്പോൾ ജാനകി ജ്യോതിയോട് പറയാണ്, ജ്യോതി, ചന്ദ്രിക നിന്നോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കുക. സാരമില്ല ചേച്ചി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. അപ്പോൾ മേഘ പോയിട്ട് വാസുവിനോട് ചോദിക്കുകയാണ്, എന്താ അമ്മാവാ? അമ്മാവനെ ചന്ദ്രിക മറ്റൊരു പെണ്ണുമായിട്ട് ചേർത്ത് സംസാരിക്കുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ ഒന്നും പറയാതെ വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്യുന്നു. അമ്മാവനെക്കുറിച്ച് മോശമായിട്ട് ചന്ദ്രിക പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം സിദ്ധു ചന്ദ്രികയുടെ മുഖത്ത് കരണത്തൊന്ന് പൊട്ടിച്ചേനെ. പക്ഷേ സിദ്ധു ഒന്നും റിയാക്ട് ചെയ്യാതെ നോക്കി നിന്നു. അമ്മാവ, ചന്ദ്രിക ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അമ്മാവനെ അപമാനിക്കുക മാത്രമല്ല, അമ്മാവനെയും അമ്മായിയും തമ്മിൽ അകറ്റാൻ വേണ്ടിയാണ്. ഈ കാര്യം നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് കാർത്തികയെ മാത്രമല്ല ആ ചന്ദ്രികയെയും പിടിച്ച് അകത്തിടണം. മേഘ പറയാം, എന്നാലേ അവൾക്ക് നിങ്ങളെ പേടിയുണ്ടാവും. അതേ മേഘേ എന്ന് പറയാണ് വാസു. അപ്പോൾ മേഘ പറയാണ്, അമ്മായി, ചന്ദ്രിക വന്ന് വാസു അമ്മാവനെ മോശമായിട്ട് പറയുമ്പോൾ അമ്മായി അത് വിശ്വസിക്കുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷേ അമ്മായിയും അമ്മാവനും നല്ല സ്നേഹത്തോടെ കൂടെ തന്നെ സംസാരിച്ചു. പിന്നെ അമ്മാവന് അമ്മായിയോടുള്ള സ്നേഹം മനസ്സിലാവുന്നുണ്ട്. അമ്മാവനെക്കുറിച്ചും അമ്മായിയെക്കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം, മേഘ പറയാണ്. അത് കേട്ട് വാസുവും മേഘയും മറ്റുള്ളവരൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും ആർക്കും പിരിക്കാൻ സാധിക്കില്ല. ജാനകി അതൊക്കെ കേട്ട് ഒന്നും അറിയാതെ ചിരിക്കുകയാണ്. കാർത്തിയാനിയെ രക്ഷിക്കാൻ ആ ചന്ദ്രിക എന്തിനാ ഇങ്ങനെ പരിശ്രമിക്കുന്നത്? മേഘ ചോദിക്കുക. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് വാ ഇപ്പം തന്നെ. അത് കേട്ട് വാസുവും മനോഹരനും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മേഘയും മുത്തശ്ശിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ആരതി എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയതായി കാണിക്കുന്നത് ചന്ദ്രികയോട് സിദ്ധു ചോദിക്കുകയാണ്, എന്തിനാ ചന്ദ്രികയെ നീ അങ്ങനെ ചെയ്തത്? നീ എന്ത് ചെയ്താലും എന്നോട് ചോദിച്ചിട്ടില്ല ചെയ്യാറുള്ളൂ. ഇന്നലെ ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ അച്ഛനും അവർക്കും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് എന്തിനാ അമ്മയോട് പറഞ്ഞത്? സാർ, ഞാനങ്ങനെ പറഞ്ഞതിന് സാറിൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം. സാറിൻ്റെ അച്ഛൻ ജാനകി അമ്മയുടെ മാല മോഷ്ടിച്ച് ജ്യോതിക്ക് കൊടുത്തു. ജ്യോതിയും സാറിൻ്റെ അച്ഛനും പല സ്ഥലത്ത് വെച്ചും അടുപ്പത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ദേഷ്യത്തോടെ പറയാണ്, മിണ്ടാതിരിക്കുക ചന്ദ്രികയെ. ഒരാണും പെണ്ണും സംസാരിച്ചാൽ അതുടനെ തെറ്റാണെന്ന് ആണോ പറയുന്നത്? എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ അപമാനിച്ചതുകൊണ്ട് നീ ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ അച്ഛനെ അപമാനിക്കുമായിരുന്നു അല്ലേ? ചന്ദ്രിക അത്രയും വിചാരിച്ചില്ല സിദ്ധു ചോദിക്കുമെന്ന്. അങ്ങനെ സിദ്ധുവിൻ്റെ ആ ചോദ്യം കേട്ട് ചന്ദ്രിക പകച്ചു നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.